I don't know if it triggers any political shit, but നിങ്ങളോട് സത്യം തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം. What is the secret of my forearms? ഇങ്ങനെ ക്രിയേറ്റിൻ ശരിക്കും ഇത്ര വലിയ സംഭവമൊന്നുമല്ല. ബോഡി ബിൽഡേഴ്സ് കഴിക്കുന്ന പോലെ ചിക്കൻ പുഴുങ്ങി കഴിക്കാം. നോൺസെൻസ്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫാണ് ഞാൻ ഡ്രീം ചെയ്തത്. ഞാൻ ഒരിക്കലും എൻ്റെ ക്ലയൻസിന് കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡയറ്റോ കൊടുക്കാറില്ല. ആസ് എ മാൻ നിങ്ങൾ ഇതൊക്കെ ഫേസ് ചെയ്യണം. ഒരു ഓഫ് ട്രാക്ക് പോലെ മെന്റൽ സൈഡ് അങ്ങനെ ആയി പോകും. സോ നെക്സ്റ്റ് മീൽ വിൽ ബി ഹലോ ഗൈസ്. സോ എനിക്ക് ബേസിക്കലി കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, ലക്ഷ്മണന്റെ ഒരു ഡേ എങ്ങനെയാണ്? അതൊക്കെ മൂത്രയ്ക്കുന്നതാണ്. അപ്പോൾ അതവൻ്റെ സ്ഥിരം ജോലിയാണ്, നോക്കണ്ട. അപ്പം നമ്മൾ ഒരു ദിവസം എങ്ങനെയാണ് എൻ്റെ അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ദിവസം എന്നുള്ള എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഈറ്റിംഗ്, വാട്ട് ഓൾ യു ഡു ഇൻ എ ഡേ. ഇന്ന് വർക്കൗട്ട് ഇല്ല, അന്ന് എനിക്ക് റെസ്റ്റ് ഡേ ആണ്. സോ വാട്ട് ഐ ഈറ്റ് ഇൻ എ റെസ്റ്റ്. അങ്ങനെ എല്ലാം ഒരു ദിവസത്തെ കാണിക്കാൻ പറ്റില്ല. സോ ഞാൻ കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം. വെൽക്കം ടു അനദർ വീഡിയോ, വാട്ട് ഐ ഡു ഇൻ എ ഡേ. സോ ഇതാണ് എൻ്റെ വീട്. ഷോ ഇറ്റ് അറൗണ്ട്. നത്തിങ് ടു ബ്രാഗ്, അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ബട്ട് ഈ വയലും ഈ ഇതുമാണ് എൻ്റെ വ്യൂസ് കിട്ടുന്ന സ്ഥലം. ടു ബി ഓണസ്റ്റ്, ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കൽ. സൂപ്പർമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ഇടുന്നത്. അപ്പം ഇതാണ് എൻ്റെ സ്പോട്ട്. പിന്നെ ഐ ഇൻട്രൊഡ്യൂസ് ടു ദ മോസ്റ്റ് ഹാൻസം ഗായ് ഇൻ ദ ഹൗസ്. ദാറ്റ്സ് റോക്കി മൈ ബോയ്. പിന്നെ ക്യാമറ ഉണ്ടാ വലിയ മൈൻഡൊന്നും ആക്കൂല. എന്നെ നാണം കെടുത്തിയ നിന്നെ ഞാൻ പിന്നെ ഉമ്മയ്ക്കാം, നിനക്കുള്ള പണി ഞാൻ തരാടാ. സോ സാധാരണ ഞാൻ ജസ്റ്റ് ഒന്ന് വേക്കപ്പ്, ഐ ബ്രഷ്, പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നേരെ കിടക്കുക. പിന്നെ അങ്ങനെ സ്നാക്ക്, ലഞ്ച്, ഡിന്നർ അങ്ങനെ. അപ്പം ഞാൻ വലിയ ഡയറ്റൊന്നുമില്ല. സോ ഡോണ്ട് എക്സ്പെക്ട് എ ഡിസിപ്ലിൻഡ് ലക്ഷ്മൺ. അത് ഞാൻ പ്രപ്പിൽ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. സോ ഇതുവരെയുള്ള വീഡിയോൻ്റെ റെസ്പോൺസൊക്കെ ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച്. സോ കം ഓൺ മൈ ഫോൺ. സോ ഇതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മേജർ ടൈറ്റിൽ. പിന്നെ ഞാൻ ആരാന്നറിയാത്തവരുണ്ടെങ്കിൽ ഐ എം മിസ്റ്റർ സൗത്ത് ഇന്ത്യ ക്ലാസിക് ഫിസിക് ചാമ്പ്യൻ, മിസ്റ്റർ കേരള ക്ലാസിക് ഫിസിക് ചാമ്പ്യൻ, ജൂനിയർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ 2 time, ഷോ ദാറ്റ്, സീനിയർ മിസ്റ്റർ കാലിക്കറ്റ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ. അപ്പോൾ കമൻറ്റിൽ കിടന്ന് ഹെയ്റ്റ് പറയുന്നവർക്ക് ഐ തിങ്ക് ദാറ്റ്സ് എ റെസ്പോൺസ്. ഫ്ലെക്സ് ചെയ്യല്ല, കമൻറ്റിൽ വെറുതെ വർത്താനം പറയുന്നുണ്ടോ. അതാണ് പിന്നെ എൻ്റെ അച്ഛൻ. ഓക്കെ, അച്ഛൻ ജിം ക്ലോത്ത്സ് ആണ് വീട്ടിൽ വെയർ ചെയ്യുക. പ്രോട്ടീൻ പൗഡർ എടുത്ത് വെക്കൂ. പ്രോട്ടീൻ പൗഡർ ഒന്നുമില്ല, മിക്സ്ചറാണുള്ളത്. ഡാഡ് വർക്കൗട്ട്, കിച്ചൺ വർക്കൗട്ട് ചെയ്യുന്നു. സോ ഹായ് ഗൈസ്, വെൽക്കം ടു ദ ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ. ഫസ്റ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഓട്സ്, ഒരു അമ്മ എത്ര ഗ്രാം ഓട്സാ? 80 ഗ്രാം ഓട്സും 40 ഗ്രാം വേയും പിന്നെ ഒരു ബനാനയാണ് ഇത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചാണ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, രാവിലെ തന്നെ ആകെ ഞാൻ കഴിക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണിത്. കുറച്ച് മധുരമുള്ള. വേറെ ഞാൻ മധുരം കഴിക്കാറില്ല ഓണസ്റ്റ്ലി. ഞാനും പറയും നിങ്ങളാരും മധുരം കഴിക്കേണ്ട ആവശ്യമില്ല. ക്രേവിങ്സ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഷുഗർ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ഒരു കിറ്റ്കാറ്റ് ഉണ്ടെങ്കിൽ ആ കിറ്റ്കാറ്റ് മുഴുവൻ കഴിച്ചാൽ നമ്മളെ വിശപ്പ് തീരൂല. ഓക്കെ, സോ അതിൻ്റെ ടേസ്റ്റ് ആണുമ്പോൾ അറിയണ്ട, ഷുഗർ ആണുമ്പോൾ അറിയണം. എന്നാൽ ഒരു കഷ്ണം കടിച്ചാൽ അതിൻ്റെ ടേസ്റ്റും കിട്ടി, നമുക്ക് അതിൻ്റെ കാലറി ഉള്ളിൽ ചെന്നില്ല. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്ക്, അതാണ് ഈ ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ. സോ അതാണ്. പിന്നെ ക്രിയേറ്റിൻ ഞാൻ ഉപയോഗിക്കുന്ന മസിൽ മാജിക്കിൻ്റെ ക്രിയേറ്റിനാണ്. സോ എനിക്ക് വളരെ എപ്പോഴും DM കിട്ടുന്ന ക്വസ്റ്റ്യനാണ്, ക്രിയേറ്റിൻ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ക്രിയേറ്റിൻ. ഇങ്ങനെ ക്രിയേറ്റിൻ ശരിക്കും അത്ര വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്രിയേറ്റിൻ എടുത്താൽ 2 ആഴ്ച കൊണ്ട് മാറ്റം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഒരു പേഴ്സണൽ, നിങ്ങളോട് സത്യം തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം, ഞാൻ കള്ളത്തരം പറഞ്ഞിട്ട് സാധനം വിൽക്കാറില്ല. ക്രിയേറ്റിൻ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഗെയിൻസ് തരും, പക്ഷേ നിങ്ങൾ ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കണം. ഡെയിലി ഒരേപോലെ ഭക്ഷണം കഴിച്ച് ഡയറ്റ് ഫോളോ ചെയ്ത് പ്രോട്ടീൻ ഗോൾ ഹിറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പ്രോപ്പർ റെസ്റ്റ് ചെയ്ത് സ്ലീപ്പ് ചെയ്താൽ ഒരു 1% ഇത് ഹെൽപ്പ് ചെയ്യും. അതൊരു കുറേ കാലം കൊണ്ട് ചെയ്താൽ മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ല ഇതെടുത്ത് 2 ആഴ്ച കൊണ്ട് മസിൽ സൈസ് കൂടി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല. ഇത് കുറേ കാലം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ സപ്ലിമെൻറ്റ് വളരെ നല്ലതാണ്.
ഓക്കെ. അല്ലാതെ എനിക്കിപ്പോൾ ഇതെടുത്താലേ നിങ്ങൾക്ക് അത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ലത്. ഓക്കെ, ക്രിയേറ്റിൻ എടുത്ത് ബ്രോ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ബീഫ് കഴിച്ചാൽ അതിൻ്റെ അകത്ത് ക്രിയേറ്റിനാണുള്ളത്. അപ്പോൾ അത് ബീഫ് തോന എമൗണ്ട് കഴിക്കണം, ഒരു 5 ഗ്രാം ക്രിയേറ്റിൻ കിട്ടാൻ. അപ്പോൾ അതൊരു പൗഡർ രൂപത്തിലാക്കി സപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ക്രിയേറ്റിൻ നിങ്ങളിപ്പോൾ കിഡ്നി ലെവൽസ് ഒക്കെ നോർമലാണ്, ക്രിയേറ്റിൻ ലെവൽ നോർമലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിൻ എടുക്കാം. അല്ല, ഒരു ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അല്ലാതെ ഇത് ഭയങ്കര സംഭവം ഡേഞ്ചർ ഒന്നുമില്ല. സേഫസ്റ്റ് സപ്ലിമെൻ്റ് ആണ്. കുറേ സമയം എടുക്കും റിസൾട്ട് തരാൻ. ഓക്കെ. സോ അതേപോലെ തന്നെ വേ പ്രോട്ടീനും. ബ്രോ ഏത് പ്രോട്ടീനാണ് എടുക്കേണ്ടത് സൈസ് ആവാൻ എന്നൊക്കെ എന്നോട് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് സൈസ് ആവാൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ചിക്കനാണ് കഴിക്കേണ്ടത് മസിൽ വരാൻ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഏതാടാ ഈ പൊട്ടെന്നല്ല ചോദിക്കുക. അതേപോലെ ഇപ്പോൾ എൻ്റെ മനസ്സിലും വരിക അതാണ്. നിങ്ങൾ ഏത് പ്രോട്ടീനാണ്? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സ് എത്ര പ്രോട്ടീൻ കിട്ടുമോ അത് തന്നെയാണ് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറിനും കിട്ടുക. ഓക്കെ. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ചിക്കൻ കഴിക്കുന്നുണ്ട്, അവർക്കൊക്കെ മസിലുണ്ടോ? ഇല്ല. സോ ഇതൊരു വർക്കൗട്ടും സ്ലീപ്പും എല്ലാം ഇതിനു വേണ്ടി ഇതാക്കിയാലേ കിട്ടുള്ളൂ. ഓക്കെ. സോ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് മീൽ, ക്രിയേറ്റിൻ ആൻഡ് വേ പ്രോട്ടീൻ വിത്ത് ഓട്സ് ആൻഡ് ബനാന. ഓക്കെ. ഇനി ഞാൻ അടുത്ത മീൽ കാണിച്ചു തരാം. ഓക്കെ. യെസ് ഗൈസ്. സോ നെക്സ്റ്റ് മീൽ വിൽ ബി പുട്ട് എന്ന് വെച്ചാൽ പുട്ടെന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുക. റൈസ് കേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആവും. ഓക്കെ. സോ കാർബാണ് പുട്ട്. ഇപ്പം എൻ്റെ ഒരു ബിഫോർ ലഞ്ച്, ഞാൻ ലഞ്ച് ഒരു 2-2:30 ഉള്ളിൽ കഴിക്കും. അതിന് മുന്നേ ഉള്ളതാണ് പുട്ട്. ഓക്കെ. സോ ഐ എം ബൾക്കിംഗ് റൈറ്റ് നൗ, സോ ഐ ക്യാൻ ഈറ്റ് സം കൈൻഡ് ഓഫ് എനിത്തിങ് ഐ വാണ്ട്. എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് ഏകദേശം കഴിക്കാം. ഓക്കെ. സോ പുട്ട് തിന്നുമ്പോൾ എപ്പോഴും വെള്ളം എടുത്ത് കരുതണം. ഓക്കെ. സോ അതാണ് കാര്യം. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും തിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഗോളിൽ എത്താൻ വേണ്ടി പറ്റും. ലൈക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതൊന്നും കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്ന് ഞാൻ പറയൂല. നിങ്ങളൊരു ബോഡി ബിൽഡിംഗ് ഡയറ്റിലല്ലെങ്കിൽ, ഇപ്പം നോർമൽ ഡയറ്റിലാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം തിന്നാം. ഷുഗർ ഒഴിവാക്കുന്നത് ബെറ്ററാണ്. ബട്ട് ഇഫ് യു ക്രേവ് ഫോർ ഇറ്റ് യു ക്യാൻ തട്ടി ക്യാമറ. ഇഫ് യു ക്രേവ് ഫോർ ഇറ്റ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഓക്കെ. അതാണ് ഞാൻ എപ്പോഴും പറയാം. സോ നിങ്ങൾക്കിപ്പോൾ ഒരു പിസ്സ തിന്നണം. സോ സ്കിപ്പ് ദ ലഞ്ച് ഡയറ്റിലുള്ള ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് ഒരു പിസ്സ തിന്നു. ഡിന്നറിൽ കുറച്ച് കാർബിൻ്റെ അളവ് കുറച്ചാൽ മതി. അങ്ങനെ ലൈഫിൽ ബാലൻസ് കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. ലൈക്ക് അതാണ് ഞാൻ എൻ്റെ കോച്ചിങ് പ്രോഗ്രാമിലും പ്രൊമോട്ട് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾ എൻ്റെ കോച്ചിങ് പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവാം. എന്നോട് പറഞ്ഞാൽ മതി ഇന്നത് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു. സോ അതാണ് നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം ഒരിക്കലും നോ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ക്ലയൻസിന് കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഡയറ്റോ കൊടുക്കാറില്ല. എന്നുവെച്ചാൽ അതൊന്നും ചെയ്താൽ ഒരു 2 മാസം ചെയ്യുമായിരിക്കും, കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവർ ഓഫ് ട്രാക്ക് പോകും. മെൻറ്റൽ സൈഡ് അങ്ങനെ ആയി പോകും. പക്ഷേ കാലറി ഡെഫിസിറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ അവർക്ക് അവിടെയും ഇവിടെയും കൊടുത്തിട്ട് കഴിക്കാം. വേറെ ഒരു കുറച്ച് ടീം വരുന്നത് സൈസ് ആവുന്നില്ല. അപ്പം നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് ഡബിൾ ആക്കുക, അപ്പോൾ സൈസ് ആവും. എന്നിട്ടും ഇല്ലേ പിന്നെയും കഴിക്കാം. അപ്പോൾ എന്തായാലും മാസ് ഗെയിൻ ചെയ്യും. ഓക്കെ. അപ്പോൾ എനിക്ക് സൈസ് ആവുന്നതാണ് ശരിക്കും ഏറ്റവും സിമ്പിളാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാന്നുള്ള പ്രോസസ്സ്. വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ മാസ് ഗെയിനേഴ്സ് ആർ ദ ലെജിറ്റ്? ലൈക്ക് ഇപ്പം മാസ് ഗെയിനേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷൻ 1-2 സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഫുഡ് എന്നുണ്ടെങ്കിൽ മാസ് ഗെയിനേഴ്സ് ഗുഡ് ഓപ്ഷൻ. ഒരു നേരത്തെ ഫുഡ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം മാസ് ഗെയിനർ കലക്കി കുടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്കൂളോ കോളേജോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് മീൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉച്ചത്തെ ലഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസ് ഗെയിനർ പൗഡർ ഷേക്കർ കൈ കരുതുക. അവിടെ എത്തിയിട്ട് അത് കലക്കിയിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഫുഡും കാലറിയും ബാലൻസ് ആവും. ഓക്കെ. സോ അങ്ങനെയാണ് മാസ് ഗെയിനർ വർക്ക് ചെയ്യുക. സോ അതാണ് നല്ലത്. അല്ലാതെ നമ്മൾ എല്ലാ ഫുഡും ഉണ്ട് അതിൻ്റെ മുകളിൽ മാസ് ഗെയിനറും കൂടെ കഴിക്കുകയാണെങ്കിൽ എക്സസ് കാലറീസ് ആയിപ്പോൾ അപ്പോൾ അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സോ മാസ് ഗെയിനർ ഇസ് എ ഗുഡ് തിങ് ഫോർ പീപ്പിൾ ഹൂ വാണ്ട് ടു സപ്ലിമെൻറ്റ് ദെയർ ഫുഡ്. ഫുഡൊക്കെ തണുത്തു പോയി, എന്നാൽ രാവിലെ ഉണ്ടാക്കി വെച്ച് പോയതാണ്. സോ ഇതാണ് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ. ഞാനും പണ്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒരു ഡയറ്റ് കണ്ടുപിടിക്കാൻ, ഷേപ്പിൽ നിന്നും കൊണ്ട് ഇഷ്ടമുള്ളത് കഴിക്കാം. പക്ഷേ ഇപ്പം എനിക്ക് കുറേ പറ്റുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇന്ന് പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത്, ഇന്ന് റെസ്റ്റ് ഡേ ആയതുകൊണ്ട് കാലറി കുറച്ച് കുറയ്ക്കും. അല്ല ദിവസം വർക്കൗട്ട് ഉള്ള ഡേയ്സ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും ഒരു നേരം. ഞാൻ ബാലൻസ് ചെയ്ത് അതിൻ്റെ കൂടെ കാർഡിയോ ഒക്കെ ചെയ്തിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അത് ഇപ്പം കഴിക്കുന്നത് ഇന്നത് വേണം, ഇന്നതേ കഴിക്കാൻ പാടൂ, പച്ചക്കറി ഇപ്പോൾ പിന്നെ ബോഡി ബിൽഡേഴ്സ് കഴിക്കുന്ന പോലെ ചിക്കൻ പുഴുങ്ങി കഴിക്കാം, നോൺസെൻസ്. ഡയറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് നല്ല കറി വെച്ചിട്ട് കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഓയിൽ കുറച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റിലും കഴിക്കാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ട്. സോ അതാണ് ഇപ്പോൾ പുട്ടാണ്. സെക്കൻഡ് മീൽ ഇസ് പുട്ട്.
ഇനി അടുത്തത് റൈസും ചിക്കനും ആയിരിക്കും. സോ ഗൈസ്, ഞാൻ എന്താണ് ചെയ്യുക വൺ ഡേ? ഐ യൂഷ്വലി ഡോണ്ട് ഡു നത്തിങ്. ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ തിന്നും, ക്ലയൻസിനെ നോക്കും. വീട്ടിൽ തന്നെയാണ്, ഓൺലൈനായിട്ടാണ് ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത്. എന്നിട്ട് ഐ ഗെയിം. ഇതാണ് ഗെയിമിങ് സെറ്റപ്പ്. ഞാൻ ഗെയിം കളിക്കും, അതാണ് ഞാൻ ചെയ്യുക. ഗെയിം കളിക്കും, ഞാൻ കിടന്നുറങ്ങും. ഗെയിം കളിക്കും, ഞാൻ കിടന്നുറങ്ങും. ഇത്രയും ഞാൻ ചെയ്യുള്ളൂ. നോർമലി ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആയാൽ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫാണ് ഞാൻ ഡ്രീം ചെയ്തത്. ഒരു ടൈമിൽ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇത് കാണുന്ന എല്ലാവരും മൈറ്റ് ബി തിങ്കിങ്, ഓ ലക്ഷ്മൺ ഇസ് സോ ലക്കി ആൻഡ് ഓൾ. ഓഫ് കോഴ്സ് ഐ എം ലക്കി ബൈ ഗോഡ്സ് ഗ്രേസ്. ദൈവം ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴിച്ചിലായത്, പിന്നെ എൻ്റെ കോച്ചസ്. സോ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും കിട്ടും. നിങ്ങളിത് കണ്ടിട്ട് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. നിങ്ങൾക്കും വേണ്ട രീതിയിൽ വർക്ക്, ജീവിതത്തിലൊരു സിറ്റുവേഷൻ വരും, നമ്മൾ എന്തായാലും വർക്ക് ഇൻ ചെയ്യണ്ടേ. സോ അതാണ്, അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ സംഭവം, 4 LED ലൈറ്റ്, ഒരു TV, സിമ്പിൾ സെറ്റപ്പ്. സോ ഇതാണ് എൻ്റെ പരിപാടി. ഐ ലൈക്ക് ടു ഗെയിം എ ലോട്ട്. ലൈക്ക് സി, എൻ്റെ ഗെയിമിങ് സെറ്റപ്പാണ് ഇതൊക്കെ. സോ കുറേ പേര് ഇത് ചോദിച്ചു, അതാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ആൻഡ് പ്രിറ്റി മച്ച് ദാറ്റ്. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തങ്ങനെ പോകാറില്ല. ഐ ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. എനിക്കുള്ളത് തന്നെ ഇപ്പം സുമേഷ് ചേട്ടൻ, എല്ലായിട്ടും അവരൊക്കെ വർക്കൗട്ടിലായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളു. നമ്മളൊക്കെ ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്ന ആളായതുകൊണ്ട്, പിന്നെ അർജുൻ ഒക്കെ എൻ്റെ കമ്പനിക്കാരാണ്. അപ്പം അങ്ങനെ ഉള്ളൂ, നമ്മളൊരേ പാറ്റേൺ, നമുക്ക് റെസ്റ്റ് വേണം. അപ്പോൾ യൂഷ്വലി ഞങ്ങൾ പുറത്ത് പോയി അങ്ങനെ അടിച്ചുപൊളി ടീമല്ല. പിന്നെ എനിക്ക് ഔട്ട്സൈഡ് ദ ജിം ഫ്രണ്ട്സ് ആർ വെരി ലെസ്. സോ എനിക്കില്ല, അത് സത്യം പറയുകയാണെങ്കിൽ. ഞാൻ അങ്ങനെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഫ്രണ്ട് ആവാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഐ സിറ്റ് ഹിയർ, ഐ പ്ലേ ഗെയിം. രാത്രിയാണെങ്കിൽ ഞാൻ ദേവികേൻ്റെ കൂടെ കറങ്ങാൻ പോവുമായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നാൽ ഐ ഗെയിം, ഐ സ്ലീപ്പ്, പിന്നെ ഭക്ഷണം കഴിക്കും, ക്ലയൻസിനെ നോക്കും. ദാറ്റ്സ് ഓൾ ഐ ഡു. സോ ഇപ്പം എന്നോട് കുറേ പേര് പറയുന്നതൊക്കെ ലക്ഷ്മണ്ണ എൻ്റെ ഭയങ്കര ഐഡലായിട്ട് ഞാൻ കാണുന്നുണ്ട്, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. മേ ബി എൻ്റെ വർക്കൗട്ട് ആൻഡ് ഫിസിക് ആയിരിക്കും, അല്ലാതെ ജീവിതത്തിൽ നിന്നൊന്നും എൻ്റെ അടുത്തൊന്നും ഐഡലായി എടുക്കാനില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മടിയനാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയുണ്ട്. എനിക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലയൻസിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എൻ്റെ വർക്ക്. അത് ഞാൻ എക്സലൻ്റ് ആയിട്ട് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും എടുക്കാൻ തോന്നില്ല. എനിക്ക് പുറത്ത് ഇറങ്ങാനൊന്നും പോകാനോ എനിക്ക് വയ്യ. എനിക്ക് സീരിയസ്ലി എനിക്ക് വയ്യ പോകാൻ. എന്നെ എപ്പോഴെങ്കിലൊക്കെ ആരെയും വിളിക്കാൻ നമുക്ക് പുറത്ത് പോയി വരാം, അതാണെന്ന് ഞാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ അവളെ വിളിച്ചാൽ അവളെ കൂടെ പോകും, സിനിമ കാണുക. പിന്നെ ഞാൻ ജസ്റ്റ് ഗെയിം ആൻഡ് എവറിത്തിങ്, അത്രയേ ഉള്ളൂ. സോ എന്താ പറയുക, ജീവിതത്തിൽ ഒരു പോയിന്റിലെത്തി ഒന്നും ചെയ്യാനില്ലാത്ത പീസ്ഫുൾ ലൈഫ്, വെരി പീസ്ഫുൾ ലൈഫ്. ഇപ്പം എൻ്റെ ഇൻസ്റ്റയിലൂടെയും റീലിലൂടെയും ഒക്കെ പൊതുവെ എല്ലാവരും കമൻ്റൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവർ വിചാരം ലക്ഷ്മൺ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ തീരെ ഇമോഷനല്ല, അങ്ങനെയല്ല, പിന്നെ തീരെ ഒന്നും ലൈക്ക് വെരി മാസ്കുലിൻ. ഐ എം മാസ്കുലിൻ ഓഫ് കോഴ്സ്, ബട്ട് ഞാൻ വളരെ സില്ലി ആൻഡ് ഫണ്ണി ഗൈ ആണ്. ഞാൻ അത്ര സീരിയസ് അല്ല റീലിൽ കാണുന്ന പോലെ. ഐ എം വെരി സില്ലി. എനിക്ക് വളരെ ക്ലംസിയാണ്. അബദ്ധങ്ങളൊക്കെ എപ്പോഴും എന്തെങ്കിലും പോയാൽ അവിടെ പോയാൽ ഇത് തട്ടിമറിയും, എങ്ങനെ തട്ടി തടഞ്ഞു വീഴും, അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾ ഈ റീലിൽ കാണുന്ന സിഗ്മ ബോയ് അല്ല ഞാൻ. ഞാൻ ശരിക്കും വളരെ സിമ്പിളാണ്. പിന്നെ എൻ്റെ ഫേസ് കണ്ടാൽ പല ആൾക്കാരും വിചാരിക്കും ഞാൻ ഭയങ്കര സീരിയസ്. അല്ല, അതെൻ്റെ റിലാക്സിങ് ഫേസ് ആണ്. എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാവും എത്ര പൊട്ടനാണോ നിങ്ങൾ വിചാരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു കഥ. സോ ഇതിപ്പോൾ റീല് കണ്ട് കുറേ. പിന്നെ എനിക്ക് ദൂരത്തേക്ക് കാഴ്ച വളരെ കുറവാണ്. സോ നിങ്ങളിപ്പോൾ ദൂരത്ത് നിന്ന് എന്നെ നോക്കി ചിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ എനിക്ക് കുറേ പ്രശ്നം കിട്ടിയിട്ടുണ്ട്. ദൂരത്ത് നിന്ന് നിന്നെ കണ്ടിട്ട് നീ ഞാൻ ചിരിച്ചില്ലല്ലോ, അപ്പം എനിക്ക് മനസ്സിലാവില്ല അവർ എന്നെ നോക്കുന്നുണ്ടോയെന്ന് വരെ. നമ്മളെന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ പോകുന്നത് നമുക്കേ അറിയുള്ളൂ. സോ അങ്ങനെയാണ്. അപ്പം ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ ബോഡി ബിൽഡിങ് ഫീൽഡിലൊക്കെ, ഇതിപ്പോൾ എൻ്റെ ഫീൽഡിലൊക്കെ ആണെങ്കിലും ഓരോരോ കോമ്പറ്റീഷൻസ് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ക്രിട്ടിസൈസിങ് കേൾക്കണം. എൻ്റെ ഫസ്റ്റ് ഇയറിലെ മിസ്റ്റർ കാലിക്കറ്റ് ടൈറ്റിലൊക്കെ അടിച്ചപ്പോൾ ഞാൻ കുറേ ക്രിട്ടിസൈസിങ് കേട്ടതാണ്. കുറേ പേരെന്നെ തെറി പറയുന്നുണ്ടായിരുന്നു ഒരു സൈഡ്, എന്ത് ടൈറ്റിൽ അടിച്ചതിന്. പിന്നെ കമ്പാരിസൺ, ഇവരതിനും അടിക്കണ്ട, നീ കള്ളത്തരം കാണിച്ചാൽ, അങ്ങനെ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും തീരെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. ഐ ഗെയിം, ഐ സ്ലീപ്പ്, ആസ് ഐ സെഡ്. ഞാൻ അതേ ഗെയിം കളിക്കും, ഉറങ്ങും, ഞാൻ തിന്നും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ജീവിതത്തിൽ അതേ എനിക്ക് മാറ്റർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ബോഡി ബിൽഡിങ് ചെയ്യും, അതെൻ്റെ പാഷനാണ്. ബാക്കി പുറത്തത്തെ ആൾക്കാർ എന്ത് പറഞ്ഞാലും ലക്ഷ്മൺ അങ്ങനെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾക്കാർ എന്നെ പറ്റിയിട്ട്.
പക്ഷെ അതൊന്നും എന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. സീരിയസ്ലി ആണ് ഇപ്പം നല്ല എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ലൈഫ് പാറ്റേൺ ഞാൻ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഇപ്പം എന്നെ തെറി പറയുന്ന ആൾക്കാർ എന്നെ ലൈവിലും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് തെറി പറയുന്ന ആൾക്കാർ, നിങ്ങളവിടെ തെറി പറഞ്ഞാൽ നിങ്ങൾ നാളെ രാവിലെ എണീച്ചിട്ട് കഷ്ടപ്പെട്ട് പണിക്ക് പോയി ബുദ്ധിമുട്ടി വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കഷ്ടപ്പാടും ഇതൊക്കെ. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് നിങ്ങൾ തെറി പറഞ്ഞാൽ ഞാൻ വായിച്ച് ചിരിച്ച് തള്ളി പിന്നെ എൻ്റെ ഈ വളരെ കംഫർട്ടബിളായ ലൈഫിലേക്ക് ഞാൻ അഹങ്കാരം പറയല്ല, ഞാനും കഷ്ടപ്പെടുന്ന ആൾക്കാരെ എനിക്ക് എന്നും ഐ റിയലി അപ്രിഷിയേറ്റ് ദം. ലൈക്ക് ഇറ്റ്സ് വെരി ഹാർഡ് ടു വർക്ക് എവറി ഡേ. ബട്ട് എന്നെ തെറി പറയുന്ന ആൾക്കാരെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ പറയും. സോ അതാണ്. അപ്പം നമ്മളിപ്പം എനിക്ക് ഇത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളതെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഹെയ്റ്റ് കിട്ടുന്ന ഒരു ഫേസിലൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളെ ക്ലോസസ്റ്റ് ആൾക്കാരെ നിങ്ങൾക്ക് ഹെയ്റ്റ് കിട്ടാം. ഓക്കെ, എനിക്ക് ഈവൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് വരെ ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. കൂടെ വന്ന് ചതിച്ചവന്മാരും കുറേ ടീമുണ്ട്. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലേക്ക് പോയ ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും എന്നെ മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. ഞാൻ എൻ്റെ വഴി ആയിട്ട് അങ്ങനെ പോകും. വരുന്നവർക്ക് വരാം. അതേമാതിരി നിങ്ങളും ആണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പെർഫെക്റ്റ് എക്സാമ്പിൾ ഒന്നുമല്ല. എനിക്കും അങ്ങനെ ഇടയ്ക്ക് ഞാൻ ബോധേഡ് ആവാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഐ എം വെരി ചിൽ. അപ്പം നിങ്ങളും ഇങ്ങനെ എന്താ പറയുക, ചില്ലായിട്ടിരിക്കുക. ലൈക്ക് എന്താ പറയുക, നിങ്ങളെ വർക്ക് ചെയ്യുക, ബാക്കി ഹെയ്റ്റ് വരുന്നത് ഒഴിവാക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ മസിൽ ഉണ്ടാക്കാൻ പ്രയോറിറ്റി കൊടുത്താണ്. ഓക്കെ, മസിൽ ഉണ്ടെങ്കിൽ എല്ലാം വരും. പിന്നുള്ളതാണ് കമ്പാരിസൺ. ലോട്ട് ഓഫ് ലക്ഷ്മണനെക്കാട്ടും നല്ലത് ഇയാളാണ്, അയാളാണ്. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അയാളെപ്പോലെ അയാൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ആരെയും കളിയാക്കാറില്ല. ഞാൻ ആരെയും പേഴ്സണലി വെറുതെ പോലും കളിയാക്കാറില്ല. ഞാൻ എൻ്റെ ഇതിലങ്ങനെ ജീവിക്കുന്ന ഒരു ആളാണ്. എൻ്റെ ഒരു വളരെ എൻ്റെ ഗേൾ ഫ്രണ്ട്, എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ ചെറിയ കോച്ച്, എൻ്റെ ആ കമ്മ്യൂണിറ്റി അടങ്ങുന്ന വളരെ ചെറിയൊരു സർക്കിളാണ് എൻ്റെ. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. സോ ഞാൻ പറയുന്നത്, നിങ്ങൾ സർക്കിളിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് കാര്യമില്ല, ക്വാളിറ്റി കാണും സർക്കിളിലെ ആൾക്കാർക്ക്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ. സോ ഗെയിമിങ്, ഈറ്റിംഗ്, ദാറ്റ്സ് ഓൾ ഇൻ മൈ ലൈഫ്. വെരി ബോറിങ് ലൈഫ് ആക്ച്വലി. ലൈക്ക് നിങ്ങൾ കണ്ടായിരിക്കും, ലക്ഷ്മണ് വളരെ അടിപൊളി ലൈഫായിരിക്കും ഇൻസ്റ്റയിൽ കാണുമ്പോൾ. ഒന്നുമല്ല, വെരി ബോറിങ്. ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, ഗെയിമിങ്, അത്രയേ ഉള്ളൂ. വളരെ ബോറിങ് ലൈഫാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ബോറിങ് ലൈഫ്. അടുത്ത മീൽ എന്ന് പറയുന്നത് റൈസ് ആൻഡ് ചിക്കൻ ആണ്. സോ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 250 ഗ്രാം റൈസും ഒരു 200 ഗ്രാം ചിക്കനും ഉണ്ടാവും. സോ ഇതാണ് ലൈക്ക് ഒന്നുമില്ല, പ്ലെയിൻ റൈസ് ആൻഡ് ചിക്കൻ. ആക്ച്വലി ചിക്കൻ ചുട്ടതാണ്, ഇറ്റ്സ് വെരി ടേസ്റ്റി. അതാണ് ബെറ്റർ ഓപ്ഷൻ. സോ ഉച്ചയ്ക്ക് മീലാണ് ഞാൻ കുറേ ആയിട്ട് എടുക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമല്ല. കറി ഒഴിച്ച ഭക്ഷണത്തിനെക്കാട്ട് കൂടുതൽ ഐ തിങ്ക് ദിസ് ഈസ് വെരി ടേസ്റ്റി. സോ ലഞ്ച് ഇതാണ്, വളരെ സിമ്പിളാണ്, നത്തിങ് മോർ ഓർ ലെസ്. സോ നിങ്ങളിപ്പം ഒരു പുറത്ത് പോകുന്ന ആളാണ്, പ്രെപ്പ് ചെയ്യാനും സുഖമാണ്. ജസ്റ്റ് കുറച്ച് റൈസും കുറച്ച് ചിക്കനും ഉണ്ടാക്കി വെച്ചാൽ മതി. ഒരു കൂടുതലായിട്ടൊന്നും ഇതാക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ യാ, ദാറ്റ്സ് ഇറ്റ് ഫോർ ലഞ്ച്. ആൻഡ് ഇപ്പം നിങ്ങൾ ഇപ്പം എൻ്റെ ഒരു ചീറ്റ് കോഡ് പറയുകയാണെങ്കിൽ, ബൾക്കിങ്ങിന് എല്ലാ 2 മണിക്കൂറും ഭക്ഷണം കഴിക്കാം. 2.5-3 മണിക്കൂറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. നല്ല നല്ല മീൽ 2.5-3 മണിക്കൂറിൽ എടുത്തുകൊണ്ട് നിന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ഗെയിൻ ആവും. വളരെ സിമ്പിളാണ് ഇതൊക്കെ. ആക്ച്വലി നല്ലൊരു ബോഡി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾ അതേപോലെ ഈ ചെറിയ പ്രായത്തിൽ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റെറോയിഡ്സ് അതൊന്നും ഇഞ്ചെക്ട് ചെയ്യേണ്ട കാര്യമില്ല. പല ട്രെയിനേഴ്സും ഉണ്ടാവും എടുത്തു തരാനും ഇതാക്കാനും. സോ നിങ്ങൾ അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നാച്ചുറലി പുഷ് ചെയ്ത് നാച്ചുറലി ഒരു ലിമിറ്റ് എത്തി പിന്നെ ഒരു ബോഡി ബിൽഡർ ആവാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ലഞ്ച്. നോ വർക്കൗട്ട് ടുഡേ. സോ ഞാൻ വർക്കൗട്ടിന് ശേഷമാണ് ലഞ്ച് എടുക്കാറ്. സോ യാ, ഗുഡ് മീൽ. 6 മണിയായി. ഇത് 5 മണീൻ്റെ മീലായിരുന്നു. ഞാൻ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഒരു ഉറക്കം നോർമലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മീലാണ്. 5 മുട്ടയും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 4 ബ്രെഡും കഴിക്കും. പക്ഷെ അന്ന് റെസ്റ്റ് ഡേ ആയതുകൊണ്ട് കാർബ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് 5 ഫുൾ മുട്ട, നോ വൈറ്റ്സ്, അല്ല വൈറ്റും ഉണ്ട് ഫുള്ളും ഉണ്ട്, ലൈക്ക് ഒരു ഫുൾ മുട്ട, അങ്ങനത്തെ 5 എണ്ണം. സോ ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ കോഴിമുട്ട 5-6 ഫുള്ളോ ഒരു ദിവസം കഴിച്ചെന്ന് വിചാരിച്ചു ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. പിന്നെ കുറേ ആൾക്കാരെ തെറ്റിദ്ധാരണയാണ്, ഇത് കഴിച്ചാൽ പ്രശ്നം വരും, അങ്ങനെ ഒരു പ്രശ്നം വരില്ല. സോ പ്രിറ്റി മച്ച് ഇപ്പോൾ എ ഡേ വിത്ത് ലക്ഷ്മൺ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി എൻ്റെ ഒരു ദിവസത്തിൽ അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ മുകളിൽ പോയി ഉറങ്ങുക, താഴെ വന്ന് ഭക്ഷണം കഴിക്കുക, അത്രേ ഉള്ളൂ. നത്തിങ് എക്സൈറ്റിങ്, വെരി ബോറിങ് ലൈഫ് സ്റ്റൈൽ മൈനസ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഈ വീഡിയോ എടുക്കുക. പക്ഷേ അത്ര അങ്ങനെയൊന്നുമില്ല. വളരെ
ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വണ്ടി എടുത്ത് പുറത്ത് പോയാലായി. സോ ദിസ് ഇസ് ദ 4th മീൽ. 5 മീലാണ് ഇവിടെ, ഇത് 4th മീലാണ്. ഇനി ഡിന്നറായിട്ട് ഞാൻ വരാം. ഓക്കെ, സോ യാ. പിന്നെ എല്ലാവരും ചോദിക്കും ലക്ഷ്മൺ എപ്പോഴാണ് എത്ര മീൽ എടുക്കണം. ഞാനിപ്പോൾ 5 മീൽ എടുക്കുന്ന 6 മീൽ എടുക്കുന്ന ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, അതിൽ കൂടുതൽ എടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഇപ്പം നിങ്ങൾ എന്നോടൊരു ഡയറ്റ് പ്ലാൻ ചോദിക്കാം, ലക്ഷ്മൺ ഒരു ഡയറ്റ് പ്ലാൻ വേഗം ഇട്ട് അല്ലെങ്കിൽ ഒന്ന് ഇത് പറഞ്ഞു തരാൻ എന്താ ഇപ്പോൾ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിക്കും പറയും. പക്ഷെ കാര്യമില്ല, ഞാനതിന് പൈസ ചാർജ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ തന്നു കഴിഞ്ഞാലോ ഡയറ്റ് പ്ലാൻ ആവോ ഇല്ല, ആ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് ചെയ്യുന്നതെന്ന് നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വേണ്ട കറക്ഷൻ വരുത്തിയിട്ട് വേണം അടുത്ത വെക്കാം. അങ്ങനെ വലിയൊരു പ്രോസസ്സാണ് എഫക്റ്റീവ് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ ഒരു കോച്ചിനെ കൊണ്ടും പറ്റില്ല ഒരു ഡയറ്റ് പ്ലാൻ. അതേ സെയിം ഗോസ് വിത്ത് വർക്കൗട്ട് പ്ലാൻ. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടോ നോക്കിയിട്ട് വേണം അതിൻ്റെ അകത്ത് വേണ്ട ചേഞ്ചസ് വരുത്താൻ. സോ അതാണെങ്കിൽ ഒരുപാട് DM കിട്ടുന്നതാണ്. സോ ബേസിക്കായിട്ട് എല്ലാവരോടും പറയും, ഞാനിപ്പോൾ വെയിറ്റ് കുറയേണ്ട ആളാണ്, കാലറി ഡെഫിസിറ്റ് കൂടേണ്ട ആളാണ്, സർപ്ലസും ചെയ്യാം. ദാറ്റ്സ് ദ ബെസ്റ്റ് യു ക്യാൻ ഡു. സോ എല്ലാവരും നോക്കിയിട്ട് ചെയ്യാം. ആൻഡ് ലിഫ്റ്റ് സേഫ് എവറിബഡി. ഇത്ര ജോയിൻറ്റും ഇഞ്ചറിയും ജിമ്മിൽ 4 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറന്നടിക്കരുത്. 4 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റൊക്കെ കൂടുതലിടുക അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഫുൾ ഫോമിൽ അടിക്കുക, എപ്പോഴും ഞാൻ പറയുന്ന പോലെ അടിക്കുക. സോ ദാറ്റ്സ് ബെറ്റർ. അപ്പോൾ നമ്മൾ 5 മീൽ എടുത്തു. അതിൽ ലാസ്റ്റ് മീല് 5 ചപ്പാത്തി, 5 ചപ്പാത്തി 200 ഗ്രാം ബീഫ്. ഇപ്പോൾ 199 ഉണ്ടാവും ഒരു കഷ്ണം കൊടുത്ത്. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇവൻ വന്നിങ്ങനെ ഇരിക്കൂ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നായുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ലൈക്ക് ഡിന്നർ ബീഫ് ഇസ് മൈ ഫേവറേറ്റ്. I don't know if it triggers any political shit, but beef is my favorite. I've been using it. Helps in muscle building. That's നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ മസിൽ ബിൽഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ്. ബൾക്കിംഗ് സീസണിൽ ഐ യൂസ് ബീഫ് 200 gram on a daily basis. ഓക്കെ, ഇപ്പോൾ ബൾക്കിങ്ങിന് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ചിക്കൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ബീഫാണ് ഓൾവേസ് ടോപ്പ്. മസിൽ ബിൽഡിങ്ങിന് ക്രിയേറ്റിൻ ഉണ്ട്, റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് ഓൾവേസ് ഒരു നല്ല അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇപ്പം എൻ്റെ ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ദിവസത്തിൽ ഉറ്റു നോക്കാനുള്ള എൻ്റെ ഡിന്നറാണ്. ഡിന്നറിലേക്ക് ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും ഞാൻ ഉണ്ടാവുക. ഡിന്നർ ബീഫും ചപ്പാത്തിയും ആണെന്നുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. അപ്പോൾ ഇന്നാൾ എനിക്കൊരു DM വന്നതാണ്, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് ലക്ഷ്മൺ, എന്താ ചെയ്യുക. ഐ ഗെറ്റ് ഇറ്റ്. ഈ ടീനേജ് അല്ലെങ്കിൽ ഇപ്പോൾ 20s 30s ഉള്ള ആൾക്കാർ ഡിപ്രഷൻ, അങ്ങനെയാണ് ഞാൻ ഡിപ്രസ്ഡ് ആയി മരിച്ചുകൊണ്ടാണ്. കാരണം വളരെ ബോക്സ് സ്റ്റെപ്പ് ലൈഫാണ് എൻ്റെത്. ആയിരുന്നു, ഇതിലും ബോക്സ് സ്റ്റെപ്പ് ആയിരുന്നു. ഐ വാസ് സിംഗിൾ ബാക്ക് ദെൻ ആൻഡ് ഐ വർക്ക്ഡ് ഇൻ എ ജിം. എവിടെയും പോകാൻ പറ്റില്ല, ജിമ്മ്, കോളേജ്, ഹോം എത്ര ഉണ്ടായിരുന്നുള്ളൂ തന്നെ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒരു ലവ് റിലേഷൻ എന്നാണ് എന്നൊരു DM ആണ് എനിക്ക്. എൻ്റെ ഗേൾ ഫ്രണ്ട് പോയി, 4 years റിലേഷൻഷിപ്പിൽ പോയി. എനിക്ക് ജിമ്മ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ ജോബിൻ്റെ പ്രഷറുണ്ട്. ആസ് എ മാൻ നിങ്ങളിതൊക്കെ ഫേസ് ചെയ്യണം. മനസ്സിലായി? എപ്പോഴും ലൈഫ് ഇസ് സിൽവസ്റ്റർ സ്റ്റാലിൻ പറഞ്ഞ പോലെ ലൈഫ് ഇസ് നോട്ട് അബൌട്ട് സൺഷൈൻ ആൻഡ് റെയിൻബോസ്. അപ്പം ആസ് എ മാൻ യു വിൽ ഗെറ്റ് ബ്രേക്കപ്സ്, യു വിൽ ഗെറ്റ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും പണിക്ക് പോകാൻ. അതിനാണ് നിങ്ങളെത്ര സ്ട്രോങ് ആയിട്ട് ദൈവം ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം നിങ്ങളതിന് എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അത് പറ്റില്ല, അങ്ങനെയാണ് പറയുന്നതിൽ ഒരു ലോജിക്കും ഞാൻ കാണുന്നില്ല. ഡിപ്രസ്ഡ് ആണ്, ഡിപ്രസ് ചെയ്തിട്ട് കാര്യം ചെയ്യുക. സങ്കടം വരുന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടും കൊണ്ട് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുക. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ട് ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. ആസ് എ മാൻ യുവർ ഡ്യൂട്ടി മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ഓക്കെ, അല്ലാതെ ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നിട്ട് അവിടെ ഒരു മൂലയിൽ ഇരുന്നാൽ നിങ്ങളെ റോള് കംപ്ലീറ്റ് ആവില്ല. ലൈഫ് എന്ന് വെച്ചാൽ ഇതാണ് ലൈഫ്. ജിമ്മ് പോവുക, നല്ല ഭക്ഷണം അമ്മയാക്കി വെച്ചിട്ടുണ്ടാവും, അത് വന്ന് തിന്നുക. അത് നിങ്ങൾക്ക് അത് 90% ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യം അനുസരിച്ച്. എല്ലാ ജിം റാറ്റ്സിനോടാണ് ഞാൻ പറഞ്ഞത്, ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ട്, അമ്മ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്, അല്ലെങ്കിൽ ആരെയും നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ യു ആർ ഗിഫ്റ്റഡ്. എത്രയോ ആൾക്കാരുണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് ഭക്ഷണം വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ. സോ അതാണ് യൂട്യൂബിൽ അച്ഛനും അമ്മേനെയും കാണിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഒരുങ്ങിയിട്ട് അമ്മയ്ക്ക് മുഖമൊക്കെ കഴുകി ചുരിദാറൊക്കെ ഇട്ട് പിന്നെ
എല്ലാവരും ചോദിക്കുന്നത് ലക്ഷ്മൺ ബിയേർഡിൻ്റെ ടിപ്സ് എന്താ, ബിയേർഡ് ഓയിൽ ഏതാ തേക്കുന്നത്, അത് ഈ കാർഡൊന്ന് കാണിച്ചിരിക്കുന്നു. സൂം ഇതിങ്ങോട്ട് പറിച്ച് നട്ടതാ ഡയറക്റ്റ്ലി. ജീൻ അതാ ഞാൻ പറഞ്ഞത്, ജീന് എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീനാണ്. ബിയേർഡിൽ കിട്ടിയത് ഒക്കെ ഹെയർ ഗ്രോത്ത് ആയാലും ഒക്കെ അച്ഛൻ്റെ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ഫോർ ആംസ്? അത് സാഡ്ലി അച്ഛനല്ല, അത് അമ്മ. കമോൺ, പ്രേക്ഷകർക്ക് അറിയണം എൻ്റെ ഫോർ ആംസിൻ്റെ ജെനറ്റിക്സ് എവിടെ നിന്ന് കിട്ടിയത്. എന്നിട്ട് എങ്ങനെ കാണിക്കി, ഇത് ക്യാമറ കാണിക്കോ, ഇതല്ല ഇങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്കുക, തേങ്ങ പിടിക്കുന്ന കാര്യം പിടിക്കല്ലേ, കണ്ടോ? സീ ദിസ്, ഈ മസിൽ ഇൻസേഷനും ജെനറ്റിക്സും തന്നെയാണ് എനിക്കും കൈക്കൊക്കെ വന്നത്. അയ്യെന്ന് പറയാനൊന്നുമില്ല, അല്ലാണ്ട്. സോ അതാണ്. അപ്പം അത് നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും തന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്തു വലുതാക്കി, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം ഇനി അതാരും ചോദിച്ചു ഫോർ ആംസിന് എക്സ്ട്രാ വർക്കൗട്ട്, നോ, ടു ബി ഓണസ്റ്റ് നോ. അതാണ് ഇപ്പം എല്ലാവർക്കും ഉള്ള മറ്റൊരു ചോദ്യം. പിന്നെ ഇവനും നല്ല ഫോർ ആംസ് ഉണ്ട്, ഈസ് ഓൾസോ വെരി ഫാറ്റ് ആൻഡ് ബിഗ്. ഇപ്പം എല്ലാവരും പൊതുവെ എല്ലാവരും, ഇപ്പം എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് അതുകൊണ്ടല്ല, എല്ലാവരും പറയുന്ന കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ബ്രോ, ഒരു റിലേഷൻ വേണം, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളെ റിലേഷൻ ഫോഴ്സ് ചെയ്താലൊന്നും എവിടെ എത്തൂല, ശരി. അതൊക്കെ ഒരു ഹാപ്പനിങ് ആണ്, ഒരു നല്ല ആളെ കണ്ടെത്തുക, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരാളെ പാർട്ട്ണറിനെ കണ്ടെത്തുക. അപ്പോൾ എനിക്ക് വരുന്ന DM ആണ്, ബ്രോ എനിക്കൊരു റിലേഷൻ ഇല്ല, അതിനോട് ഞാൻ ഡിപ്രസ്ഡ് ആണ്. റിലേഷൻ വേണം നിങ്ങൾക്ക് ഡിപ്രഷൻ ഒഴിവാവാൻ, ഹാപ്പി ആവാൻ. ഐ ഡോണ്ട് തിങ്ക് സോ. കറക്റ്റ് ആളെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലക്കി ടു ഗെറ്റ് സം വൺ ഫോർ യു. അപ്പം എനിക്ക് അങ്ങനെ കിട്ടി എന്ന് വിചാരിക്കാം. ഇനി ദേവികേനെ പറഞ്ഞില്ലെങ്കിൽ ഓൾ ഈ വീഡിയോ ഒരു പ്രശ്നം ഉണ്ടാക്കും, അതിനോടാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് ഞാനൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവനോട് ഒരു വർത്താനം പറയും, ആൾക്കാർ കേട്ടായിരിക്കും ഭ്രാന്താണ്, പക്ഷെ ആ ഫേസിൽ കൂടെ കടന്നു പോയ ആൾക്കാർക്ക് അറിയാം എന്താണ് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ. നമുക്ക് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ജിമ്മ് മാത്രമേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ ബോയ്സ് ഔട്ട് ദർ, അവിടെയുള്ള അധികം ആൾക്കാരോടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ല അവർക്ക് ഈ ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ പണി കഴിഞ്ഞ് അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ അവർ അന്നത്തെ ദിവസം അവർക്ക് ആകെ നോക്കിക്കാണാൻ ജിമ്മും വർക്കൗട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് അവരെ എന്താ പറയുക ഒരു ദിവസം പുഷ് ചെയ്യാൻ നയിക്കുന്നത്. അങ്ങനത്തെ കുറേ ആൾക്കാരാണ്, അങ്ങനത്തെ ഒരാളായിരുന്നു ഞാനും. അപ്പം അങ്ങനത്തെ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് സ്ട്രഗിൾ, ലൈക്ക് യു ഹാവ് ടു സ്ട്രഗിൾ, ബട്ട് ഒരിക്കലും അതേ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ എന്ന് വിചാരിച്ചു തരാ മിണ്ടല്ലേ, ഞാൻ ഒരു മാസ് ഡയലോഗ് പറയട്ടെ, എന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ നിങ്ങൾക്ക് ഒരു നല്ല ടൈം വരും. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു ഫേസ് ഓഫ് ലൈഫായിട്ട് കണ്ടാൽ മതി. അത് നിങ്ങളെ ഈ വർക്ക് കഴിഞ്ഞ് നിങ്ങൾ ഈ ജിമ്മിൽ ടൈം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം, ഞാൻ അങ്ങനെയായിരുന്നു. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പലരും അങ്ങനെ ഉണ്ടാവും. സോ കീപ് ഡൂയിങ് ദാറ്റ്. നല്ലൊരു ദിവസം നിങ്ങൾക്കും വരും, യു വിൽ അച്ചീവ് യുവർ ഡ്രീം. ഓക്കെ, ഞാനും അങ്ങനെയായിരുന്നു. സോ യാ, സോ പ്രിറ്റി മച്ച് ഇതാണ് എൻ്റെ ഒരു ദിവസം. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എവറിബഡി വാണ്ടഡ് ടു നോ വാട്ട് ഐ 5 meals a day. ദിസ് ഈസ് ഹൗ മച്ച് ഐ ഈറ്റ്. യു കാൽക്കുലേറ്റ് ആൻഡ് ഡു ദ കാലറി കൗണ്ട് ആൻഡ് എവറിഥിങ്. സോ I hope everybody gets what I eat and what I do. Mostly I do nothing. അതാണ് ഞാനൊന്നും കാണിക്കാൻ, ഞാൻ ജസ്റ്റ് കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ, കിടന്നുറങ്ങുന്നത് അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആൻഡ് എന്നെ സംബന്ധിച്ച് മൈ ഫാമിലി ഇസ് മൈ എവറിത്തിങ്. ഓക്കെ, ദ പീപ്പിൾ ഐ ലവ് ഇസ് മൈ എവറിത്തിങ്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, അമ്മ, ദേവിക, അവരെ ഫാമിലി. അത് മാത്രമല്ല ഈ സുമേഷ് ഏട്ടൻ, അനിലേട്ടൻ, സിറാജ്, അർജുൻ, ഫാത്തിമ, രഞ്ജു ചേച്ചി, അങ്ങനെ കുറേ ലൈക്ക് എ വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരുണ്ട് ഈ ഫീൽഡിൽ എന്നെ ഹെൽപ്പ് ചെയ്ത്. കുറേ പേരുണ്ട്, പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ബട്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ്, എൻ്റെ ഒരു ഡേ. ലൈക്ക് ഇവരൊക്കെയാണ് എന്നെ ഈ കാണുന്നതിലേക്ക് എത്തിച്ചതും. ഓക്കെ, സോ യാ, നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പുഷ് ചെയ്ത് വരാൻ കഴിയില്ല, പല ആൾക്കാരെ ഹെൽപ്പും വേണം. സോ ഐ എം നോട്ട് ബോറിങ് യു ഗൈസ്, ദിസ് ഇസ് വാട്ട് ഐ ഈറ്റ്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങളും അതേ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. ഡു ദാറ്റ്. Signing out. Subscribe, watch this video, like this video. Thank you.